കെവിൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പണ്ടെങ്ങും ഇല്ലാത്ത തക്ക വിധം വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെ പറയാം. നോക്കൂ, കഴിഞ്ഞ ഒരു ദശാബ്ദം എടുത്തു നോക്കിയാൽ MS ധോണി ക്യാപ്റ്റൻ ആയതിനു ശേഷം മൊത്തം ഇങ്ങോട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ടീമിനകത്തും BCCക്കകത്തും അതേപോലെ തന്നെ ടീമിന്റെ മറ്റ് ഘടകങ്ങൾക്കകത്തും എല്ലാം ഉണ്ടായിരുന്നു. അത് രവിശാസ്ത്രി ആയിരുന്നാലും അതിനുശേഷം വന്ന ദ്രാവിഡ് ആയിരുന്നാലും എല്ലാം. പക്ഷെ ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനകത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഗൗതം ഗംഭീർ വന്നതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് എന്നാണ് ആരാധകർ പറയുന്നത്. എങ്ങുമില്ലാത്തതൊക്കെ വണ്ണം, അതായത് സൗത്ത് ആഫ്രിക്കയുമായി ടെസ്റ്റ് തോൽക്കുന്നു. അതായത് ഏറെ നാളുകൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിനു മുമ്പ് സൗത്ത് ആഫ്രിക്കയുമായി ടെസ്റ്റ് തോൽക്കുന്നത്. അതിൽ വളരെ രസകരമായ റീലുകളും ട്രോളുകളൊക്കെ വന്നു. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ SSV ജയ്സ്വാള് ജനിക്കുന്നതിന് മുമ്പായിരിക്കും അവസാനം സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് ജയിക്കുന്നത്. അത് ഗൗതം ഗംഭീറിന്റെ വലിയൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു ടീം ഇറക്കുകയും പൊട്ടിപ്പാളിസാവുന്ന സ്ഥിതിയും ചെയ്തു. വളരെ ദയനീയമായ ഒരു പരാജയമായിരുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജികൾ പഴയ പോലെ ബലം കാണുന്നില്ല. അദ്ദേഹത്തിന് എന്താണ്, പഴയ ഒരു ഗൗതം ഗംഭീറിനുള്ള ഒരു പ്രഭയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോച്ചിങ് പവർ ഉണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, അതെല്ലാം നഷ്ടമാകുന്നു. അതിനുശേഷം ഉണ്ടാകുന്നത് കോഹ്ലിയെയും രോഹിത്തിനെയും ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി അവർ ഇപ്പോഴും ഓഡിയിൽ നിന്ന് വിരമിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കയുമായി നടന്ന ഒരു മത്സരത്തിൽ 17 റൺസിനാണ് ഇന്ത്യ ജയിക്കുന്നത്. അതിൽ എന്ന് പറയുന്നത്, ഇന്ത്യ പോലൊരു ഇത്ര മികച്ച ടീമിനെ സൗത്ത് ആഫ്രിക്ക പോലൊരു ടീം 17 റൺസിനാണ് തോൽവി വഴങ്ങിയത് എന്ന് പറയുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നാണക്കേടാണ്. ഇത്രയും മികച്ചൊരു ടീമായിരുന്നു കയ്യിലിരുന്നത്. ആ കളി എടുത്തു നോക്കൂ, മുൻനിര താരങ്ങളെല്ലാം തന്നെ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത താരങ്ങളില്ലാത്ത ടീമിലേക്ക് 2 പേരെ ഇറക്കുകയാണ്. ആരാണ്? വിരാട് കോഹ്ലിയും അതേപോലെ തന്നെ രോഹിത് ശർമ്മയും. വിരാട് കോഹ്ലി അന്ന് സെഞ്ചുറി നേടുകയുണ്ടായി. രോഹിത് ശർമ്മയുടെ ഇന്നിങ്സ് മികച്ചതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരെ, പ്ലെയേഴ്സിനെ കാണാനായിട്ട് ഗൗതം ഗംഭീറിന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായി ഗൗതം ഗംഭീറും വിരാട് കോഹ്ലിയും തമ്മിൽ നടന്ന, അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഗൗതം ഗംഭീറിനെ അവഗണിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരികയും അതെ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരുന്നത്. മത്സരശേഷം വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറുമായി പാസ് ചെയ്യുന്നു. അപ്പോൾ വിരാട് കോഹ്ലി ഇത്തരത്തിൽ ഗൗതം ഗംഭീറിനെ മൈൻഡാക്കാതെ ഫോണിൽ സ്വൈപ്പ് ചെയ്തു പോകുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ കാണുന്ന സാഹചര്യത്തിലാണ് ഇത് മൈൻഡ് ചെയ്യാത്ത, നേരത്തെ മേഘ പറഞ്ഞ പോലെ ഇത് മൈൻഡ് ചെയ്യാത്ത മീമായി ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതേപോലെ രോഹിത് ശർമ്മയും ഗൗതം ഗംഭീർ, ഹെഡ് കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറും തമ്മിൽ ഡ്രസ്സിംഗ് റൂമിനകത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ, അനിമേറ്റഡ് വീഡിയോസ് ഉൾപ്പെടെ പുറത്തു വരുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പല രീതിയിലുള്ള. ശരിക്കും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഗൗതം ഗംഭീറിനെ കോച്ചായിട്ട് കൊണ്ടുവരുന്നതിലുള്ള അതൃപ്തിയായിരുന്നു, അതോ പുള്ളിയുടെ ഈ സ്ട്രാറ്റജികളുടെ തോൽവി, അല്ലെങ്കിൽ ഇത് തോറ്റുപോകുന്നു അല്ലെങ്കിൽ വിജയിക്കുന്നില്ല എന്നുള്ള അതൃപ്തി ആയിരുന്നോ ഇതിന് പിന്നിൽ? അല്ല, അത്തരത്തിലല്ല. ഈ വിരാട് കോഹ്ലി ഗൗതം ഗംഭീർ റൈവലറി എന്ന് പറയുന്നത് വളരെ കാലങ്ങളായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെതായ മനോഹാരിതയുണ്ട്. ഇവർ തമ്മിൽ IPL സമയങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുകയും വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ഇവർ തമ്മിലൊരു ടിപ്പിക്കൽ 2 ഡൽഹി ബോയ്സ് തമ്മിലുള്ള റൈവലറി പണ്ടേ നിലനിൽക്കുന്നതാണ്. ഗൗതം ഗംഭീർ ഹെഡ് കോച്ചായിട്ട് വരുന്ന സാഹചര്യത്തിൽ തന്നെ പലരും പറഞ്ഞിരുന്നു വിരാട് കോഹ്ലിയുടെ ഭാവി ഇനി സുരക്ഷിതമല്ല ഇന്ത്യൻ ടീമിൽ, അദ്ദേഹത്തെ പുറത്താക്കുമെന്നുള്ളത്. പക്ഷെ ഒരു ഘട്ടത്തിൽ BCCയുടെ ഒരു പുതിയ റൂൾ വന്നിരുന്നു, ഈ ഫാമിലീസിനെ ഇനി കളിക്കളത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് വിരാട് കോഹ്ലി ഇവരുമായി BCC ആയിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായിട്ടും ഇടയുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഇവിടുന്ന് കെട്ടി ലണ്ടനിൽ പോയി താമസമാക്കി അനുഷ്ക ശർമ്മയുമായി 2 മക്കളുമായി വിരുഷ്ക ടീം നേരെ ലണ്ടനിലേക്ക് പോയി താമസമാക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവർ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് മികവ് തെളിയിച്ചു വരണമെന്ന് ഉള്ള റൂൾ വന്നു. അപ്പോൾ അതും കോഹ്ലിക്ക് അപ്രാപ്യമായ ഒരു കാര്യമാണ്. കോഹ്ലി ഇപ്പോഴും അറിയാലോ, ടെസ്റ്റ് അദ്ദേഹത്തെ പോലൊരു റണ്ണിങ് എബിലിറ്റി, അല്ലെങ്കിൽ റൺസ് എടുക്കുന്ന കാര്യത്തിലുള്ള എബിലിറ്റി, പിച്ചിൽ ഓടുന്ന എബിലിറ്റി, ഇത്രയുമുള്ള ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളെ കളിയാക്കും വിധത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. പിന്നെ രോഹിത് ശർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ, രോഹിത് ശർമ്മയെ ബർഗർ ബോയ് എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അത് അനാവശ്യമായി ജങ്ക് ഫുഡ് കഴിച്ച് അദ്ദേഹത്തിന് ഇതില്ല, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞ് അതെല്ലാം ഈ വിമർശകരുടെ എല്ലാവരുടെയും വായിൽ അടിക്കുന്ന രീതിയിലായിരുന്നു ഇത്തരത്തിൽ ഇവർ 2 പേരും തിരിച്ചു വരുമെന്ന് പറയുന്നത്. പക്ഷേ ഗൗതം ഗംഭീർ നടപ്പാക്കുന്ന
കുറച്ച് ഭരണ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ ടീമിക്ക്, അതിപ്പോ ഹർഷദ് റാണയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലാത്തൊരു ടീമിനെ കളിപ്പിച്ചെടുക്കാം. പക്ഷെ അതിന് മുൻനിരയിൽ ഇപ്പൊ എനിക്കും മേഘയ്ക്കും ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ് ഇല്ല എന്ന് വെച്ചു. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാൻ അവിടെ എക്സ്പീരിയൻസ് ഉള്ള രണ്ടുപേരുണ്ടെങ്കിലല്ലേ മാർഗനിർദ്ദേശങ്ങൾ. അപ്പോൾ ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ മാച്ചാണ്. ആ മാച്ചിൽ അത്തരത്തിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പാളീസ് ആകുന്ന സ്ഥിതി ഉണ്ടാവും. പുതിയ പിള്ളേരെ കൊണ്ട് ഇപ്പൊ ട്രോളിലൊക്കെ വരുന്നത് അവനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല സാറേ. കോഹ്ലിയും രോഹിത്തും ഇല്ലാത്തൊരു, ഇപ്പൊ സച്ചിൻ പോയ സമയത്ത് അവിടേക്ക് വേറെ പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് കളിക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ധോണി വന്നു. ധോണി വന്നപ്പോഴും അവിടെ വീരേന്ദ്ര സെവാഗിനെ പോലുള്ളവരുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഗ്രൂപ്പ് അപ്പ് അത് നടന്നു. അതിനുശേഷം കഴിഞ്ഞൊരു 10 വർഷം എടുത്ത് നോക്കൂ, അത് 2022 ശേഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ അഭാവം ഇന്ത്യൻ ടീമിൽ കുറവാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണോ ഇപ്പോൾ? ഇന്ത്യൻ ടീമിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേരെ ഇതിനൊക്കെ കഴിവില്ല എന്ന് പറഞ്ഞാൽ ബാറ്റേഴ്സിനും ബോളേഴ്സിനും കഴിവുണ്ട്. പക്ഷെ ഗെയിമിനെ എങ്ങനെ കൊണ്ടുപോകണം, അത്തരത്തിൽ അപ്പോ BCCIയുടെയോ അല്ലെങ്കിൽ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെയും ഉൾപ്പെടെ കണക്കുകൾ പ്രകാരം ഇവർ സീനിയർ പ്ലെയേഴ്സ് ഇല്ലാത്ത കളികൾ കാണാൻ ആളില്ലാത്തൊരു സാഹചര്യമാണ്. 3 ഫോർമാറ്റിലും 3 പേരെ പരീക്ഷിക്കുന്നതായിരുന്നു ഗൗതം ഗംഭീറിന്റെ ആദ്യത്തെ ശൈലി. അതിന് തന്നെ മാറ്റം വരുത്തണം. എക്സ്പീരിയൻസ് ഉള്ള ഒരാളെങ്കിലും ഇപ്പോൾ അത് നമുക്ക് ഇന്ത്യൻ ടീമിൽ ആരുണ്ട്? ജഡേജ പോയി, വിരാട് കോഹ്ലി പോയി, 2020 ഇല്ല. അതേപോലെ തന്നെ ഇപ്പൊ ഏകദിനത്തിൽ മാത്രം ടെസ്റ്റിൽ നിന്ന് വിരാട് കോഹ്ലി വിരമിച്ചു, രോഹിത് ശർമ്മ വിരമിച്ചു. ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ സീനിയർ അതായത് ക്രിക്കറ്റേഴ്സിന്റെ അഭാവം വളരെ വലുതാണെന്നത്. ഇപ്പൊ ഗില്ലിനെയാണ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത്. ഇപ്പൊ സൂര്യകുമാർ യാദവിനെ പോലെയൊക്കെ ഉള്ളവരുണ്ടെന്ന് പറഞ്ഞാലും ഇന്ത്യൻ ടീമിൽ എക്സ്പീരിയൻസ്ഡ് ബാറ്റ്സ്മാൻമാരുടെ അഭാവം ഉണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കളിച്ചു വരുന്നത് തന്നെയാണ് ആ ഒരു ഗെയിമിനെ. പക്ഷെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള തോൽവി എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഈ സ്ട്രാറ്റജി കോഹ്ലി ഇന്ത്യൻ ടീമുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. എല്ലാ കാലഘട്ടത്തിലും കോഹ്ലി ഒരു രക്ഷകന്റെ റോളാണ് ഇന്ത്യൻ ടീമിൽ എടുത്തിട്ടുള്ളത്. പല കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ നോക്കൂ, ടെസ്റ്റിൽ തോറ്റു നിൽക്കുന്ന ഇന്ത്യൻ ടീമിനെ രക്ഷിക്കാനായി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വരികയാണ്. അപ്പോ അവർ വരുന്നു, കൃത്യമായ ഒരു ഇന്നിങ്സ് കളിക്കുന്നു, വലിയ റണ്ണിലേക്ക് എത്തുന്നു. അതിന്റെ കൂടെ മറ്റു ബാറ്റ്സ്മാൻമാരും അവർക്ക് സപ്പോർട്ട് നൽകുന്നു. അതിനുശേഷം അവർ കൃത്യമായ രീതിയിൽ കളി ജയിപ്പിക്കുന്നു. എന്നിട്ടും ഇവർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഈഗോ പ്രശ്നങ്ങൾ വിരാട് കോഹ്ലി ഇടഞ്ഞു നിൽക്കുന്നു. ഗൗതം ഗംഭീർ ഡൽഹി ബോയ്സിന്റെ ഇടയ്ക്ക് വെച്ച് ഗൗതം ഗംഭീർ കോച്ചായി വന്ന സമയത്ത് അവർ തമ്മിൽ നല്ല റാപ്പിലേക്ക് എത്തിയതാണ് എന്ന് പറയുമ്പോഴും കരിയറിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴത്തേന് വിരാട് കോഹ്ലി ഇവരുമായിട്ട് ഇടയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.